നമസ്കാരം. 1630 കോടിയുടെ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് OTT പ്ലാറ്റ്ഫോമിന്റെ പേരിലും നാട്ടുകാരെ കബളിപ്പിച്ചു. കമ്പനി ഏറെ കൊട്ടിഘോഷിച്ച HR OTTയിലെ കള്ളത്തരവും അന്വേഷണത്തിലൂടെ പുറത്തുവന്നു. കമ്പനിയുടെ OTTയിൽ 12,39,169 പേർ അംഗങ്ങളായി ഉണ്ടെന്നായിരുന്നു പ്രചാരണം. എന്നാൽ വെറും 10,000 പേരാണ് OTTയിൽ സിനിമ കണ്ടതെന്നും ആകെ 3 സിനിമകളാണ് റിലീസ് ചെയ്തതെന്നും അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ചിന്റെ മറവിൽ നടന്നതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. ഹൈറിച്ചിനെതിരെ കേസ് നടക്കുന്ന തൃശൂർ 3ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചെയർപേഴ്സൺ S. ശ്രീലാൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻ IPS ഓഫീസറായ PA വത്സനൻ കോടതി മുഖേന നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന നിരവധി കണ്ടെത്തലുകളുള്ളത്. പൊള്ളാച്ചിയിലെ അനശ്വര ട്രേഡേഴ്സ്, നിധി ലിമിറ്റഡ്, കോടാലിയിലെ ഫാം സിറ്റി, OTT പ്ലാറ്റ്ഫോം, വിദേശ രാജ്യങ്ങളിലെ 80 പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്ന ക്രിപ്റ്റോ കറൻസി ഇടപാട് എന്നിവയുൾപ്പെടെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. കമ്പനിയുടെ 3 വർഷത്തെ ടേൺ ഓവർ കണക്കുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. നിരവധി മോഹന വാഗ്ദാനങ്ങൾ നൽകി 1 ലക്ഷത്തോളം രൂപ പ്രതിമാസം സമ്പാദിക്കുന്ന ഏജന്റിന്റെ മൊഴിയും അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്തിരുന്നു. കമ്പനി ഏറെ കൊട്ടിഘോഷിച്ച HR OTTയിലെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാനും അന്വേഷണത്തിലൂടെ സാധിച്ചു. കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെന്ന് ജില്ലാ ഡെപ്യൂട്ടി രജിസ്ട്രാറും കമ്പനിയുടെയും ഉടമകളുടെയും പേരിൽ സ്വത്തുക്കളിൽ നിന്ന് കണിമംഗലം വില്ലേജ് ഓഫീസർമാരും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. 2019 മുതൽ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ബൈനറി സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേരളത്തിലുള്ള 78 ഉൾപ്പെടെ ഇന്ത്യയിൽ 680 ഷോപ്പുകളാണ് ഉള്ളതെന്നും റിപ്പോർട്ടിലുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇതുവരെയുള്ള ഡേറ്റകൾ പകർത്തിയതായും ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും മറ്റു ഡ്യൂട്ടികളും അന്വേഷണത്തിന് കാലതാമസം ഉണ്ടാക്കിയതായും റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. വിവിധ ബാങ്കുകളിൽ നിന്നും ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ സഹിതമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിച്ചതായും വാഹന വിവരങ്ങൾ അറിയുന്നതിന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെട്ടതായും വിവരിക്കുന്നുണ്ട്. കോടതി ഉത്തരവുകളും സർക്കാരിന്റെ നടപടികളും മറച്ചുവെച്ചും തെറ്റായി വ്യാഖ്യാനിച്ചും പണം ലഭിക്കുമെന്ന വാഗ്ദാനവുമായി നിക്ഷേപകരെ സമീപിക്കുന്ന കമ്പനി ഉടമകളുടെ പൊള്ളത്തരം തിരിച്ചറിയാത്തതാണ് പണം നഷ്ടപ്പെട്ടതിന്റെ പരാതികളുമായി കൂടുതൽ ആളുകൾ എത്താത്തതിന്റെ പിന്നിലെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ക്രിപ്റ്റോ കറൻസി വ്യാപാരം 80 വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നിരവധി സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെട്ടതിനാൽ സാങ്കേതിക സഹായം അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നതാകും നല്ലതെന്ന സൂചനയും പോലീസ് റിപ്പോർട്ടിലുണ്ട്. കേവലം 800 രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഹൈറിച്ച് വാഗ്ദാനം. മുടങ്ങുന്ന 800 രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും. പിന്നീട് 2 പേരെ ചേർക്കാം. ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനം ലഭിച്ചു തുടങ്ങും. ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ളയാൾക്ക് കമ്മീഷൻ ലഭിക്കും. റോയൽറ്റി, ക്യാഷ് റിവാർഡ്, ടൂർ പാക്കേജ്, ബൈക്ക്, കാർ ഫണ്ട്, വില്ല ഫണ്ട് തുടങ്ങി നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത്. നിലവിൽ 600-ലധികം സൂപ്പർ മാർക്കറ്റുകളും 1.57 കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി CEO ശ്രീന് അവകാശപ്പെടുന്നത്.